എനിക്ക് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയ കാര്യമാണ് ഈ മാളിയപ്പുറം ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരുവാണ്. മുന്നേ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത് ഒരു ഫോൺ കോൾ വരുന്നു, 2 നമ്പറിൽ നിന്ന്. അപ്പോൾ എടുക്കുമ്പോൾ ഇങ്ങനെ സാർ ഞാൻ സൗന്ദര്യ രജനികാന്തിൻ്റെ മാനേജറാണ്. അപ്പം ഞാൻ അന്ന് രാവിലെ എൻ്റെ അടുത്ത് റെഡ് എഫ് എമ്മിൽ നിന്ന് സൂരജ് അന്ന് ആരെയും വിളിച്ചുകൊണ്ട് ചേട്ടാ ഉച്ചയായിട്ട് വിളിക്കും, അത് ഒന്ന് പ്രൊവോക്ക് ചെയ്യും. അപ്പം ചീത്തയൊന്നും പറയല്ല. ഞാൻ ചീത്ത പറയാറില്ല, കുഴപ്പമില്ല. അപ്പം ഇതാന്ന് കരുതിയിട്ട് ഞാൻ ഇതിന് വളരെ ലഘുവെച്ച് ആണോ ഓക്കെ എന്നിട്ട് അല്ല മാഡം ഇത് തന്നെയാണ് നമ്പറിൽ കൺഫേം ചെയ്യണം. അപ്പോൾ മാഡം ഇപ്പോൾ 10 മിനിറ്റ് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ കട്ട് ചെയ്തു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു കോള് വരുന്നു. കോള് വരുമ്പോൾ മറ്റേ ഇതിൽ പേരെഴുതി കാണിക്കുന്നത് സൗന്ദര്യരചന. അപ്പോൾ ഞാൻ ഇതൊക്കെ മാറ്റിയിടാലോ. അപ്പോൾ അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഹലോ സൗന്ദര്യരചന എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ മാം ടെൽ മീ, ഞാൻ അപ്പോൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊരു മാളിയപ്പുറം കണ്ടു, ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞാണോ ഓക്കെ ഞാൻ ഇനി എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പിന്നെന്താ ഇപ്പോൾ എവിടെയുള്ളത്? ഞാൻ കാക്കനാടാണോ ഉള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ വൈ കാക്കനാട്? ഞാൻ പറഞ്ഞു അല്ല റെഡ് എഫ് എമ്മിൻ്റെ ഓഫീസ് കാക്കനാടാണെന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അഭിലാഷ് ദിസ് ഈസ് സൗന്ദര്യ ശരിക്കും ആയിക്കോട്ടെ. ഞാൻ മറ്റേ ആയിക്കോട്ടെ എനിക്ക് അടുത്തുണ്ടോ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഞാൻ ചെന്നൈയിലുള്ള സമയത്ത് 2018 ഞാൻ മാമിന് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു ഹായ് അയച്ചിട്ടുണ്ട്. അന്ന് ഒരു മെസ്സേജ് ഇട്ടുണ്ട്. മാം പറഞ്ഞു ഈ സീറ്റ് ഓക്കെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ചോദിച്ചിട്ട് അപ്പോൾ ഫോൺ കട്ട് ചെയ്തു. ഇൻസ്റ്റാഗ്രാം ഐ ഡി ചോദിച്ചു. ഞാൻ നോക്കുമ്പോൾ ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് തിരിച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കുക മാം സോറി ഞാൻ അഭിലാഷാണെന്ന് പറഞ്ഞു.